യെസ് മക്കളെ, ഇപ്പോൾ ഷാരോൺ സാറ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ, ഫസ്റ്റ് ചാപ്റ്റർ പറഞ്ഞു. ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും എങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്ന് അല്ലേ. അതുപോലെ തന്നെയാണ് സെക്കൻഡ് ചാപ്റ്ററും. വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ് സെക്കൻഡ് ചാപ്റ്റർ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് പോയാൽ മതി, ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ചാപ്റ്റർ 2 ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മാറ്റർ, പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ. ഇതാണ് നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ഏകദേശം ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ള ഒരു പൂർണ്ണ ഐഡിയ നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും ഇതിൽ നിന്ന്. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ നല്ലപോലെ ഒന്ന് നോക്കിയിട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കെമിസ്ട്രിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, അതാണ് വരുന്നത്. Which one of the following elements is named on the basis of the name of the scientist? ഇൻഡിയം, ക്യൂരിയം, റുബീഡിയം, ടൈറ്റാനിയം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞന്റെ പേരിൽ നാമകരണത്തിന് അടിസ്ഥാനമായി എടുത്ത മൂലകം ഏത്? ഇപ്പോൾ ഒരു സയന്റിസ്റ്റിന്റെ പേരോടുകൂടി അല്ലെങ്കിൽ സയന്റിസ്റ്റിന്റെ പേരിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു എലമെന്റിന് പേര് കൊടുത്തിട്ടുണ്ട്, ഒരു മൂലകത്തിന് ഒരു പേര് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് ഇൻഡിയം ഉണ്ട്, ക്യൂറിയം ഉണ്ട്, റുബീഡിയം ഉണ്ട്, ടൈറ്റാനിയം ഉണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിയം എന്തുകൊണ്ടാണ്? കളർ ആണ് അല്ലെ, അതൊരു കളറിനെയും കൊണ്ടാണ്. ഇൻഡിഗോ എന്ന് പറഞ്ഞ ആ ഒരു കളറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അതേസമയം ക്യൂറിയം എന്താണ്? രണ്ട് സയന്റിസ്റ്റുകൾക്ക്, അതായത് ഇതിന് കാരണക്കാരായ രണ്ട് സയന്റിസ്റ്റുകൾ. ഓക്കെ, ക്യൂറിയം കണ്ടുപിടിച്ച സയന്റിസ്റ്റുകളല്ല, ക്യൂരിയത്തെ കുറിച്ച് പറഞ്ഞ സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ച ഒരു സയന്റിസ്റ്റുകളുടെ പേരിൽ ആണ് ഈ ക്യൂരിയം എന്ന് പറയുന്ന എലമെന്റ് അറിയപ്പെടുന്നത്. മനസ്സിലായത്? അത് കണ്ടുപിടിച്ചവര് അതിന് വഴിയൊരുക്കിയവർക്ക് വേണ്ടി എന്താണ് ഒരു ഹോണർ കൊടുത്താണ്, ഒരു ബഹുമതിയായിട്ട് കൊടുത്താണ് ആ പേര് ക്യൂരിയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ക്യൂരിയം ആണ് അതിന് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ ടൈറ്റാനിയം ഉണ്ട്, റുബീഡിയം ഒക്കെ ഉണ്ട്, അതൊക്കെ വേറെ കേസസിൽ വരുന്നതാണ്. അപ്പോൾ ക്യൂരിയം ആണ് ഒരു സയന്റിസ്റ്റിന്റെ പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, രണ്ട് സയന്റിസ്റ്റുകളുണ്ട്, രണ്ട് സയന്റിസ്റ്റുകളുടെ പേരിലാണ് അവർക്കൊരു ഹോണർ നൽകിക്കൊണ്ട്, അവർക്കൊരു ബഹുമതി നൽകിക്കൊണ്ട് വന്നൊരു കൊടുത്തൊരു പേരാണ് ക്യൂരിയം എന്ന് പറയുന്നത്. ക്യൂറി എന്നായിരുന്നു ആ സയന്റിസ്റ്റിന്റെ പേര്. അപ്പോൾ ക്യൂരിയം എന്നുള്ളത് മൂലകത്തിന്റെ പേര് അല്ലെങ്കിൽ എലമെന്റിന്റെ പേരാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ക്യൂരിയം ആണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് പഠിച്ചിരിക്കാം. അത് സയന്റിസ്റ്റിന്റെ ബേസിസിലും അല്ലെങ്കിൽ കളറിന്റെ ബേസിസിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ, molecules of compounds contain atoms of the same element. Molecules are the smallest stable particles which exist independently. Elements like neon and argon are seen as monoatomic molecules. All atoms of the same element show different properties. അതല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി എഴുതുക. സംയുക്ത തന്മാത്രകളിൽ ഒരേ മൂലക ആറ്റങ്ങളാണുള്ളത്. സ്വതന്ത്രമായും സ്ഥിരമായി നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളാണ് തന്മാത്രകൾ. നിയോൺ, ആർഗൺ മുതലായ മൂലകങ്ങൾ ഏകാറ്റോമിക തന്മാത്രകളായാണ് കാണപ്പെടുന്നത്. ഒരു മൂലകത്തിന്റെ എല്ലാ ആറ്റങ്ങളും വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ശരിയായ സ്റ്റേറ്റ്മെന്റ്, ശരിയായ പ്രസ്താവന ഏതാണെന്ന് നമ്മൾ കണ്ടെത്തുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം സംയുക്തങ്ങളിൽ അല്ലെങ്കിൽ മോളിക്യൂൾസ് ഓഫ് കോമ്പൗണ്ട്സ് കണ്ടെയ്ൻ ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്. അതായത് കോമ്പൗണ്ടുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംയുക്തങ്ങളിൽ തന്മാത്രകളിൽ ഒരേ മൂലകങ്ങളുള്ള ആറ്റങ്ങൾ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അല്ലെ. ഇപ്പൊ H2O എടുത്തു, വാട്ടറിന്റെ മോളിക്യൂൾ, വാട്ടറിന്റെ അല്ലെ ജലത്തിന്റെ തന്മാത്രയാണ് H2O. അതിൽ വ്യത്യസ്തമായ രണ്ട് ആറ്റങ്ങളാണുള്ളത്, ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത് വരുമ്പോൾ എന്താണ്? മോളിക്യൂൾസ് ആർ ദ സ്മോളസ്റ്റ് സ്റ്റേബിൾ പാർട്ടിക്കിൾസ് വിച്ച് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സ്വതന്ത്രമായും സ്ഥിരമായി നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളാണ് തന്മാത്രകൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൂലകങ്ങൾ എന്ന് മോളിക്യൂൾസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, നിയോൺ ആൻഡ് ആർഗൺ elements like neon and argon are seen as monoatomic molecules. നമ്മൾ അതും പഠിച്ചിട്ടുണ്ട്. നിയോണും ആർഗണും എന്താണ്? ഏക അറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് അവർ വേറെ ആരും കൂടിയൊന്നും കൂടുന്നില്ല. നിയോൺ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, ആർഗണും ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അതിനുള്ള കാരണങ്ങളൊക്കെ പിന്നീട് നമ്മൾ പഠിക്കും, വലിയ വലിയ ക്ലാസ്സുകളിലേക്ക് ചെല്ലുമ്പോൾ പഠിക്കും. പക്ഷെ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നിയോണും ആർഗണൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുന്നവരാണ്. ഓക്കെ, അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റും പ്രസ്താവനയും എന്താണ്? ശരിയാണ്. അവസാനം പറഞ്ഞത് all atoms of the same element show different properties അല്ലെ. അതായത് ഒരേ മൂലകത്തിൽ നിൽക്കുന്ന, ഒരേ എലമെന്റിൽ നിൽക്കുന്ന
എല്ലാ ആറ്റങ്ങളും ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നത് തെറ്റാണ് അല്ലേ. അതിപ്പോ ഹൈഡ്രജനെ എടുത്തു, ഒരു കുപ്പിയിൽ ഹൈഡ്രജൻ നിറച്ച് വെച്ചിരിക്കുവാണെങ്കിൽ അതിലുള്ള എല്ലാ ഹൈഡ്രജൻ ആറ്റങ്ങളും സെയിം ആയിരിക്കും, അവരുടെ പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആയിരിക്കും, അതെല്ലാം ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് കാണിക്കില്ല, വ്യത്യസ്തമായ സ്വഭാവങ്ങൾ കാണിക്കില്ല. അപ്പോൾ ആ ഒരു പ്രസ്താവനയും സ്റ്റേറ്റ്മെന്റും എന്താണ്, തെറ്റാണ്. അപ്പോൾ രണ്ടെണ്ണമാണ് ഇവിടെ ശരിയുള്ളത്, അത് 2ഉം 3ഉം ആണ്. ഓക്കെ, രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് ആണ്, സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ദ ഫോളോയിങ് റെപ്രസെന്റ്സ് the formation of ammonia by the reaction between nitrogen and hydrogen. N2 plus H2 gives 2NH3. Okay, the first question, which are the reactants? Second question, balance the chemical equation. Third one, find the total number of atoms on the product side. Okay, മലയാളത്തിലുള്ളവർക്കായിട്ട് നൈട്രജനും ഹൈഡ്രജനും പ്രവർത്തിച്ച് അമോണിയ ഉണ്ടാകുന്ന പ്രവർത്തനം നൽകിയിരിക്കുന്നു. N2 plus H2 gives 2NH3 എന്നുള്ളതാണ് സമവാക്യം അല്ലെങ്കിൽ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അല്ലോ ആദ്യത്തെ ക്വസ്റ്റ്യൻ അഭികാരങ്ങൾ ഏതെല്ലാം, അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രാസ സമവാക്യം സമീകരിക്കുക, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉൽപ്പന്ന ഭാഗത്തെ ആകെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്തുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് N2 plus H2 gives 2NH3 അല്ലെ, അതാണ് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. വിച്ച് ആർ ദ റിയാക്ടൻസ്, റിയാക്ട് ചെയ്യുന്നവരാ അല്ലെ റിയാക്ടൻസ്, അഭികാരങ്ങൾ എന്ന് പറയുന്നത്. ആരൊക്കെ കൂടിയാണോ ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തുക, ആരൊക്കെ കൂടിയാണോ ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്, അവരെയാണ് നമ്മൾ അഭികാരങ്ങൾ അല്ലെങ്കിൽ റിയാക്ടൻസ് എന്ന് വിളിക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഹൈഡ്രജനും നൈട്രജനും ആണ് കൂടിയിരിക്കുന്നത് അല്ലെ, അവർ കൂടിയാണ് എന്തുണ്ടായത്, NH3 അമോണിയ ഉണ്ടായത്. ശരിയാണല്ലോ. ഓക്കെ, അപ്പൊ അവിടുത്തെ റിയാക്ടൻസ് അഭികാരങ്ങൾ എന്ന് പറയുന്നത് നൈട്രജനും ഹൈഡ്രജനും ആണെന്ന് മനസ്സിലായി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ബാലൻസ് ദ കെമിക്കൽ ഇക്വേഷൻ. റിയാക്ടന്റ് സൈഡിലും പ്രൊഡക്റ്റിന്റെ സൈഡിലും അല്ലെ, അഭികാരങ്ങളുടെ സൈഡിലും ഉൽപ്പന്നത്തിന്റെ സൈഡിലും എന്താണ്, നമ്പർ ഓഫ് ആറ്റങ്ങളുടെ എണ്ണം സെയിം ആയിരിക്കണം അല്ലെ, ആറ്റങ്ങളുടെ എണ്ണം ഒരേപോലെ ആയിരിക്കണം അല്ലെ. ഇവിടെ 2 നൈട്രജൻ ഉണ്ടല്ലേ അല്ലെ മക്കളെ, ഇവിടെ 2 നൈട്രജൻ ഉണ്ട്, ഇങ്ങോട്ട് വരുമ്പോൾ എത്ര നൈട്രജൻ ഉണ്ട്, 2 നൈട്രജൻ, 2 നൈട്രജൻ തന്നെയുള്ളത്, കാരണം ഇവിടെയും 2 അല്ലെ, 2NH3. അപ്പൊ ഈ 2 നൈട്രജനും ഹൈഡ്രജനും ബാധക. ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 2 നൈട്രജനും അവിടെ 2 നൈട്രജനും, നൈട്രജൻ അവിടെ ബാലൻസ്ഡ് അല്ലെ, സമീകരിച്ചിരിക്കുന്നതാണ്. ഇനി അടുത്ത് നോക്കുക, ഹൈഡ്രജൻ എടുക്കുക. ഹൈഡ്രജൻ എടുക്കുമ്പോൾ എന്താ അവസ്ഥ എന്ന് നോക്കിക്കേ, ഹൈഡ്രജൻ അവിടെ 2 ഹൈഡ്രജൻ, പക്ഷെ ഇവിടെ 2NH3. ഈ 3 ആർക്ക് ബാധകമാണ്, ഈ ഹൈഡ്രജന് മാത്രം ബാധകമാണ്. ഈ 2ഉം ഹൈഡ്രജന് ബാധകമാണ്. അപ്പൊ 2 × 3 വരുന്നത് അല്ലെ. ഇവിടെ മുമ്പിൽ കിടക്കുന്ന 2ഉം ഇവിടുത്തെ 3യും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, ഗുണിക്കണം അല്ലെ. അപ്പൊ 2 × 3 വരുമ്പോൾ എത്ര വന്നു, 6 ഹൈഡ്രജൻ വന്നു അല്ലെ, 6 ഹൈഡ്രജൻ വന്നു. അപ്പൊ അവിടെ എത്ര പേരുള്ളൂ, 2 പേരുള്ളൂ. ഇവിടെ എത്ര പേരുണ്ട്, ഹൈഡ്രജൻസ് 6 പേരുണ്ട്. അതായത് പ്രൊഡക്റ്റ് സൈഡില് ഉൽപ്പന്നത്തിന്റെ ഭാഗത്ത് 6 ഹൈഡ്രജൻസ് ഉണ്ട്. അഭികാരത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ റിയാക്ടന്റ് സൈഡിൽ എത്ര എണ്ണം ഉള്ളൂ, 2 ഹൈഡ്രജനേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, ഈ ഹൈഡ്രജന് 3 വെച്ച് നമുക്ക് ഗുണിക്കാം അല്ലെ. 3 ഇവിടെ മുമ്പിൽ 3 കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെയും 6 ഹൈഡ്രജനായി മാറും. അപ്പോൾ എന്താവും, അത് ബാലൻസ്ഡ് ആവും, സമീകരിക്കും. ഓക്കെ, ഇനി അടുത്ത് നോക്കുക, ഉൽപ്പന്ന ഭാഗത്തെ ആകെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്തുക, അല്ലെങ്കിൽ ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ദ ആറ്റംസ് ഓൺ ദ പ്രൊഡക്റ്റ് സൈഡ്. പ്രൊഡക്റ്റ് സൈഡ് അല്ലെങ്കിൽ ഉൽപ്പന്ന ഭാഗത്തെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയും മക്കളെ, നിങ്ങൾ നോക്കിക്കേ, 2NH3 ആണ്. അപ്പൊ 2 നൈട്രജൻ ഉണ്ട് അല്ലെ, പ്ലസ് 6 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ. 2 നൈട്രജൻ, ഈ 2 ഈ നൈട്രജനും ഹൈഡ്രജനും ബാധകമാണ്. ഇവിടത്തെ 3 ഈ ഹൈഡ്രജന് മാത്രമാണ് ബാധകം. അപ്പോൾ 2 നൈട്രജനും ഉണ്ട്, 2 × 3 ഹൈഡ്രജൻ വരുമ്പോൾ 6 ഹൈഡ്രജൻസും ഉണ്ട്. അപ്പൊ 6 + 2 നൈട്രജൻ കൂടുമ്പോൾ എത്രയായി, മൊത്തം 8 ആറ്റങ്ങളായി അല്ലെ. 8 ആറ്റംസ് അല്ലെ, 8 ആറ്റംസ് ആണുള്ളത്. നമുക്ക് നോക്കാം, ആൻസറിലേക്ക് നോക്കാം. ഓക്കെ, നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ, നൈട്രജനും ഹൈഡ്രജനുമാണ് റിയാക്ടൻസ് ആയിട്ട് നിൽക്കുന്നത്. ബാലൻസ് ചെയ്തിരിക്കുന്ന റിയാക്ഷൻ ആണ് N2 + 3H2 gives 2NH3. ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. നമ്മൾ ഒരു 3 ഇട്ട് കൊടുത്താൽ മതി, ഹൈഡ്രജന്റെ ഭാഗത്ത് ഒരു 3 ഇട്ട് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, 2 നൈട്രജൻ അല്ലെ, 2 നൈട്രജൻ ഉണ്ട് NH3യുടെ ഭാഗത്ത്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 2NH3 ഉള്ളേ അല്ലെ, അതിൽ 2 നൈട്രജൻ ഉണ്ട്. അപ്പൊ 2 നൈട്രജൻ ആറ്റങ്ങളുണ്ട് പ്ലസ് 6 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്. ശരിയല്ലേ, 2 × 3 അല്ലെ. അപ്പം എത്ര പേരുണ്ട്, 6 ഹൈഡ്രജൻ ആറ്റംസ്. അപ്പൊ 2 + 6 എന്ന് പറയുന്നത് മൊത്തം 8 ആറ്റങ്ങളാണ്
പ്രൊഡക്റ്റ് സൈഡിലുള്ളത് അല്ലെങ്കിൽ ഉൽപ്പന്ന ഭാഗത്തുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്, ചോദിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് നല്ലപോലെ ആ ഭാഗം ഒന്ന് ക്ലിയർ ആക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. Some samples of molecules are given. Which sample contains more atoms? How many molecules are present in sample B? അതായത് നമുക്ക് ചില തന്മാത്രകളുടെ സാമ്പിളുകൾ നൽകിയിരിക്കുന്നു. തന്നിരിക്കുന്നവയിൽ ആറ്റങ്ങളുടെ എണ്ണം കൂടിയ സാമ്പിൾ ഏത്? സാമ്പിൾ ബിയിലെ തന്മാത്രകളുടെ എണ്ണം എത്ര? ഓക്കെ, നമുക്ക് സാമ്പിൾസ് നോക്കാം. ഇതാണ് സാമ്പിൾസ്. ഓക്കെ, നിങ്ങൾക്ക് മുമ്പിൽ സാമ്പിൾസ് വന്നിട്ടുണ്ട്. 4H2O അതാണ് 4H2O തന്മാത്രയാണ് സാമ്പിൾ എ. 3CO2 സാമ്പിൾ ബി. ഓക്കെ, അതായത് 3 കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രയാണ് എന്ത് സാമ്പിൾ ബി ആയിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി. വിച്ച് സാമ്പിൾ കണ്ടെയ്ൻസ് മോർ ആറ്റംസ്? അതായത് തന്നിരിക്കുന്നതിൽ ആറ്റങ്ങളുടെ എണ്ണം കൂടിയ സാമ്പിൾ ഏത്? ഓക്കെ, നിങ്ങൾ ഇവിടെ നോക്കിക്കേ. ഇവിടെ 4 ഹൈഡ്രജൻ അല്ലെ, 4 H2O മോളിക്യൂൾ ഉള്ളത്. ഓക്കെ, അപ്പൊ ആറ്റങ്ങളുടെ എണ്ണം നിങ്ങൾ കണ്ടുപിടിച്ച ഓരോന്നുമായിട്ട്. ഇവിടെ 4 × 2 അല്ലെ, ഹൈഡ്രജൻ 2 പേരുണ്ട്. അപ്പൊ 4 × 2 8 പ്ലസ് 4 എങ്ങനെ വന്നു? ഓക്സിജൻ ഉണ്ടാവില്ലേ അല്ലെ. ഈ 4 ഈ ഹൈഡ്രജനും ഈ ഓക്സിജനും എന്താണ്? ബാധകമാണ്. അപ്പൊ 4 × 2 ചെയ്യുമ്പോൾ തന്നെ 8 പിന്നെ 4 കൂട്ടണം. ഓക്സിജന്റെ 4 പേരും കൂടി കൂട്ടുമ്പോൾ മൊത്തം എത്ര പേരായി? 12 പേരായി. 12 അല്ലെ. 12 ആറ്റംസ് ആണ് 4H2O മോളിക്യൂളിലുള്ളത്. ഇനി നിങ്ങൾ ഇവിടെ CO2 നോക്കുക. 3 കാർബൺ സി അല്ലെ. അപ്പൊ 3 കാർബൺ ആറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ 2 ഓക്സിജൻ അല്ലെ, 2 ഓക്സിജൻ ആറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ഈ ഓക്സിജന് ഈ 3 കൂടി ബാധകമാണ്. അപ്പൊ 3 × 2 വരുമ്പോൾ 6 ഓക്സിജൻ ആറ്റംസ് ആയി അല്ലെ. അപ്പൊ 6 + 3 എന്ന് പറയുമ്പോൾ 9 ആറ്റങ്ങളുണ്ട് ടോട്ടൽ ഇവിടെ. അപ്പൊ ഏറ്റവും കൂടിയത് ആർക്കാണ്? തന്നിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം കൂടിയ സാമ്പിൾ എ ആണെന്ന് മനസ്സിലായി അല്ലെ. ഇവിടെ 12 ആറ്റങ്ങളാണുള്ളത്. ഇവിടെ എത്ര പേരാ ഉള്ളത്? ഇവിടെ എത്ര പേരാ ഉള്ളത്? 3 കാർബൺ പ്ലസ് അതുപോലെ തന്നെ 3 × 2 എന്ന് പറയുമ്പോൾ 6, ടോട്ടൽ 9 ആറ്റംസ്. ഇവിടെ 9, അവിടെ 12. അപ്പം സാമ്പിൾ എ ആണ് കൂടിയ ആറ്റങ്ങളുള്ള സാമ്പിൾ എന്ന് പറയുന്നത്. ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ സാമ്പിൾ ബി? സാമ്പിൾ ബി എടുത്ത് നോക്കുക. അവിടെ എത്ര തന്മാത്രകളുണ്ട്, എത്ര മോളിക്യൂൾസ് ഉണ്ട്? നമുക്ക് അറിയാം 3 മോളിക്യൂൾസ് ഉള്ളത് അല്ലെ. 3CO2 എന്നാ പറഞ്ഞിരിക്കുക. അപ്പം 3 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ സാമ്പിൾ എ ആണ്. ബി ക്വസ്റ്റ്യനിൽ 3 ആണ് ആൻസർ വരുന്നത്. 3 മോളിക്യൂൾസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒത്തിരി ചോദിക്കാറുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ നോക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സിംബൽ ഓഫ് സോഡിയം? തന്നിരിക്കുന്നവയിൽ സോഡിയത്തിന്റെ പ്രതീകം ഏത്? എസ് ഉണ്ട്, Na ഉണ്ട്, നൈട്രജൻ ഉണ്ട്. ഓക്കെ ഓക്കെ, അതായത് എസ് ഉണ്ട്, Na ഉണ്ട്, നൈട്രജന്റെ N ആണ് കിടക്കുന്നത്. ഓക്കെ, അതുപോലെ എസ് എന്ന് പറയുന്നത് സൾഫറിന്റെ എസ് ആണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ Na ആയിരിക്കും എന്തിന്റെ പ്രതീകം സിമ്പിൾ ആയിട്ട് വരുന്നത്? സോഡിയത്തിന്റെ സിമ്പിൾ ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. ആൻസർ വരുന്നത് Na ആണ് കേട്ടോ. Na ആണ് സോഡിയത്തിന്റെ സിമ്പിൾ. Na ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ഓഫ് ഷുഗർ ആർ കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഡാഷ്. പഞ്ചസാരയിലെ ഘടക മൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഡാഷ് എന്നിവയാണ്. ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്ത മക്കളെ. ഏതായിരിക്കും? അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ഓഫ് ഷുഗർ ആർ കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഡാഷ്. അതായത് കാർബൺ ഉണ്ടാകും, ഹൈഡ്രജൻ ഉണ്ടാകും, പിന്നെ വേറൊരാളും കൂടെ ഉണ്ട്. നമുക്ക് നല്ല പരിചയമുള്ള ഒരാളാണ്. ഓക്കെ, ആരായിരിക്കും? അതാ ആൻസർ വരുന്ന ഓക്സിജൻ ആണ്. ഓക്കെ, ഓക്സിജനും ഹൈഡ്രജനും കാർബണും കൂടി ചേർന്ന അത് പ്രത്യേക അനുപാതത്തിൽ, ഒരു പ്രത്യേകം റേഷ്യോയിൽ, ഒരു പ്രൊപ്പോർഷനിൽ കൂടി ചേർന്നാണ് എന്തുണ്ടാകുന്നത്? ഷുഗർ ഉണ്ടാകുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് ഇത് ചോദിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. N ഈസ് ദ സിമ്പിൾ ഓഫ് നൈട്രജൻ. N എന്ന് പറഞ്ഞ നൈട്രജനെ കാണിക്കുന്ന പ്രതീകമാണ്, അതിന് സിമ്പിൾ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് 2N സ്റ്റാൻഡ് ഫോർ? ആൻഡ് ബി ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 5N2? ഓക്കെ, അതായത് N എന്നത് നൈട്രജന്റെ പ്രതീകമാണ്. അങ്ങനെയാണെങ്കിൽ 2N എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? 5N2 ഉള്ള ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്ര? ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. നമുക്ക് ആൻസറിലേക്ക് നോക്കാം. 2 നൈട്രജൻ ആറ്റംസ്. ഓക്കെ, 2N എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് 2 നൈട്രജൻ ആറ്റങ്ങളെയാണ് കാണിക്കുന്നത്, 2 നൈട്രജൻ ആറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം 5N2 എത്ര? N2 എന്ന് പറഞ്ഞാൽ നൈട്രജൻ മോളിക്യൂൾ, നൈട്രജൻ
തന്മാത്രയാണ് N2 എന്ന് പറയുന്നത്. കാരണം 2 ആറ്റങ്ങൾ കൂടി ചേർന്ന് എന്തുണ്ടായിരിക്കുന്നു, ഒരു നൈട്രജൻ തന്മാത്ര ഉണ്ടായിരിക്കുന്നു, അതാണ് N2. ഓക്കെ, അത് 5 പേരുണ്ട്. അപ്പൊ ടോട്ടൽ എങ്ങനെ വരും, 5 ഇൻറ്റു അല്ലെ 5 ഇൻറ്റു 2 ചെയ്താൽ പോരെ, 5 ഇൻറ്റു 2 വരുമ്പം 10 ആറ്റങ്ങൾ അതിനകത്ത് ടോട്ടൽ ഉണ്ട്. ഓക്കെ, ഒരു N2 മോളിക്കൂളിൽ 2 പേരാണെങ്കിൽ 5 N2 മോളിക്കൂൾ അല്ലെങ്കിൽ 5 N2 തന്മാത്രകളിൽ എത്ര പേരുണ്ട് മക്കളെ, 10 ആറ്റങ്ങൾ ഉണ്ടാകും. 10 ആറ്റംസ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് 10 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം, കംപ്ലീറ്റ് ദ ടേബിൾ അല്ലെങ്കിൽ പട്ടിക പൂർത്തിയാക്കുക. എപ്പോഴും ചോദിക്കാം, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, ഇതാണ് പട്ടികയായിട്ട് തന്നിരിക്കുന്നത്, നിങ്ങൾ നോക്കുക. മൂലകം, ഇവിടെ എലമെന്റ് തന്നിട്ടുണ്ട്, മൂലകം ക്രോമിയം എന്ന് തന്നിട്ടുണ്ട്. ഇനി ബേസിസ് ഓഫ് നെയിമിംഗ്, നാമകരണത്തിന്റെ അടിസ്ഥാനം എന്താണ് തന്നിട്ടില്ല. സിമ്പിൾ തന്നിട്ടുണ്ട്, ക്രോമിയത്തിന്റെ CR ആണ് തന്നിട്ടുണ്ട്, സിമ്പിള് CR ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുക, ഫ്രാൻസിയം തന്നിട്ടുണ്ട്, എലമെന്റ് ഫ്രാൻസിയം എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ ബേസിസ് ഓഫ് നെയിമിംഗ് ഫ്രാൻസ് ആണ്, കൺട്രി, ഒരു രാജ്യത്തിന്റെ പേരിന്റെ അടിസ്ഥാനത്തിലാണ് ആ പേര് വന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സിമ്പിൾ, പ്രതീകം തന്നിട്ടില്ല, അത് നമ്മൾ സ്വന്തമായിട്ട് എഴുതണം. ഓക്കെ, ഇനി എലമെന്റ് മൂലകം നമുക്ക് തന്നിട്ടില്ല, പക്ഷേ നെയിമിംഗ്, ബേസിസ് ഓഫ് നെയിമിംഗ് അല്ലെങ്കിൽ നാമകരണത്തിന്റെ അടിസ്ഥാനം തന്നിട്ടുണ്ട്. എന്താണ്, നെപ്റ്റ്യൂൺ പ്ലാനറ്റ്, ഒരു ഗ്രഹത്തിന്റെ പേരിലാണ് തുടങ്ങുന്നത്, നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ പേരിലാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സിമ്പിൾ തന്നിട്ടുണ്ട് NP ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എയുടെ ആൻസർ വരുന്നത് എന്തായിരിക്കും, ക്രോമിയം. അത് കളറിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന അല്ലെ, അതായത് നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രോമിയം എന്നുള്ള പേര് വന്നത്. ഓക്കെ, ഫ്രാൻസിയത്തിന്റെ സിമ്പിൾ വരുന്നത് FR ആണ്. ആദ്യത്തെ F ക്യാപിറ്റൽ ലെറ്ററും രണ്ടാമത്തെ R സ്മോൾ ലെറ്ററും ആയിരിക്കും. ഓക്കെ, അതിന്റെ സിയുടെ ആൻസർ വരുന്നത് നെപ്റ്റ്യൂണിയം എന്നായിരിക്കും, നെപ്റ്റ്യൂണിയം. നമുക്കിതറിയാം, അതായത് എയുടെ ആൻസർ കളർ അല്ലെങ്കിൽ നിറം. ഓക്കെ, അത് അടിസ്ഥാനത്തിലാണ് വരുന്നത്. അടുത്ത ഫ്രാൻസിയത്തിനെ നമ്മൾ കാണിക്കുന്ന FR എന്ന് വെച്ചാണ്. നെപ്റ്റ്യൂണിയം ആണ് മൂന്നാമത്തെ ആൻസർ ആയിട്ട് വരുന്നത്. നെപ്റ്റ്യൂണിയം എന്ന് പറയുന്ന എലമെന്റ് അല്ലെങ്കിൽ മൂലകമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ഇതും നല്ലപോലെ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം, ക്ലാസിഫൈ ദ ഗിവൺ മോളിക്യൂൾസ് ആസ് മോണോ അറ്റോമിക്, ഡയാറ്റോമിക് ആൻഡ് പോളി അറ്റോമിക്. അതായത് തന്നിരിക്കുന്ന തന്മാത്രകളെ ഏക അറ്റോമികം, ദ്വയാറ്റോമികം, ബഹു അറ്റോമികം എന്നിങ്ങനെ തരം തിരിച്ചെഴുതുക. ഓക്കെ, അത് തന്നിട്ടുണ്ട് H2, P4, Na, Cl2, S8, He. അപ്പൊ നമുക്കറിയാം എത്ര ആറ്റങ്ങൾ കൂടി ചേർന്നാണോ അവിടെ തന്മാത്ര ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടായിരിക്കുന്നത്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്കറിയാം എന്താണ് ഏകാറ്റോമികം, ദ്വയാറ്റോമികം, ബഹു അറ്റോമികം അല്ലെങ്കിൽ മോണോ അറ്റോമിക്, ഡയാറ്റോമിക് ആൻഡ് പോളി അറ്റോമിക് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ, പഠിച്ചിട്ടുണ്ട്. H2 എടുത്തു നോക്കുക, H2 എത്ര ആറ്റംസ് ഉണ്ട് മക്കളെ, 2 അല്ലെ. H2 2 ഹൈഡ്രജൻ ആറ്റംസ് കൂടി ഒരു H2 മോളിക്യൂൾ ഉണ്ടായിരിക്കുന്നു. അപ്പൊ 2 പേരാണെങ്കിൽ അത് എന്തായിരിക്കും, ഡയാറ്റോമിക് ആയിരിക്കും. ശരിയാണല്ലോ, 2 പേരാണെങ്കിൽ അത് ഡയാറ്റോമിക് ആയിരിക്കും. P4 എടുക്കുമ്പോൾ 2 അല്ലെ, 2 കൂടുതൽ എണ്ണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എന്താണ്, പോളി അറ്റോമിക് അല്ലെ, ബഹു അറ്റോമിക തന്മാത്രകൾ എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. അപ്പം P4 എന്ന് പറയുമ്പോൾ അതൊരു എന്താണ്, 4 ഫോസ്ഫറസ് മൂലകങ്ങൾ കൂടി ചേർന്നുള്ളവരാണ്. അപ്പൊ അവര് ബഹു അറ്റോമിക തന്മാത്രയാണ് അല്ലെങ്കിൽ പോളി അറ്റോമിക് മോളിക്യൂൾ ആണ്. ഓക്കെ, ഇനി Na എടുക്കുമ്പം സോഡിയം ആണ്. Na എന്ന് പറയുന്നത് സോഡിയം ആണ് അല്ലെ, നമ്മൾ ഓൾറെഡി പഠിച്ചു എന്താണ്, സോഡിയം ആണ്. സോഡിയത്തെ കാണിക്കുന്ന ലെറ്റർ ആണ് Na. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഒറ്റയ്ക്കാ നിൽക്കുന്നത് അല്ലെ, വേറെ ആരുടെയും കൂട്ടില്ല, അവന് ഒറ്റയ്ക്ക് നിൽക്കുന്ന. അപ്പൊ അവൻ എന്തായിരിക്കും, മോണോ അറ്റോമിക് ആയിരിക്കും അല്ലെ, ഏക അറ്റോമികമായിട്ടാണ് നിൽക്കുന്നത്. ഇനി Cl2 എടുക്കുമ്പോൾ ഇവിടുത്തെ നേരെ H2 പോലെ തന്നെയാ, 2 ക്ലോറിൻ അല്ലെ, 2 ക്ലോറിൻ ആറ്റംസ് കൂടി ചേർന്നാണ് എന്തുണ്ടായത്, Cl2 ഫോം ചെയ്തത് അല്ലെ. അങ്ങനെയാണെങ്കിൽ അവരും എന്താണ്, ഡയാ അറ്റോമിക് മോളിക്യൂൾ അല്ലെങ്കിൽ ദ്വയാറ്റോമിക തന്മാത്രയാണ്. ഇനി S8 എടുക്കുമ്പോൾ നമുക്കറിയാം അല്ലെ, 2 കൂടുതൽ ആറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ശരിയല്ലേ. 8 സൾഫർ ആറ്റങ്ങൾ കൂടിയാണ് S8 എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടായിരിക്കുന്നത്, തന്മാത്ര ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതും എന്താണ്, പോളി അറ്റോമിക് അല്ലെങ്കിൽ ബഹു അറ്റോമിക തന്മാത്രയാണ്. അതുപോലെ He എടുക്കുമ്പോഴും അവൻ വേറെ ആരുടെയും കൂട്ടില്ലാതെ നിൽക്കുന്നത്, തന്നയ്ക്കും താനേ നിൽക്കുന്നത് അല്ലെ. അപ്പൊ അവനും എന്താണ്, മോണോ അറ്റോമിക് ആണ് അല്ലെ, ഏക അറ്റോമിക മോളിക്യൂൾ ആണ്. അപ്പൊ ഇങ്ങനെ തരം തിരിച്ചെഴുതാനും ചോദിക്കും. ഓക്കെ, ഇതിന്റെ ആൻസർ ആണ് വരുന്നത് മോണോഅറ്റോമിക്, ഏകാറ്റോമിക് ആയിട്ട് നിൽക്കുന്നത് He, അതുപോലെ Na. ഡയാറ്റോമിക് ആയിട്ട്, ദ്വയാറ്റോമികമായിട്ട് നിൽക്കുന്നത് H2, Cl2.
പോളി അറ്റോമിക് അല്ലെങ്കിൽ ബഹു അറ്റോമികമായിട്ട് നിൽക്കുന്നത് P4ഉം S8ഉം. ഓക്കെ, അപ്പൊ ഇങ്ങനെ തരം തിരിച്ചെഴുതാനും ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കംപ്ലീറ്റ് ദ ടേബിൾ, പട്ടിക പൂർത്തിയാക്കുക. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, കംപ്ലീറ്റ് ദ ടേബിൾ അല്ലെങ്കിൽ പട്ടിക പൂർത്തിയാക്കുക. നമുക്ക് നോക്കാം. ഇതാണ് എലമെന്റ് തന്നിട്ടുണ്ട്. ബേസിസ് ഓഫ് നെയിമിംഗ്, നാമകരണത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ സിമ്പിൾ പ്രതീകവും. ഓക്കെ, അപ്പൊ കോപ്പർ തന്നിട്ടുണ്ട്. അത് ലാറ്റിൻ നെയിമാണ്, ലാറ്റിൻ നാമമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രതീകം എന്തായിരിക്കും? കോപ്പറിന്റെ പ്രതീകം എന്തായിരിക്കും? Cu ആണ്. ഓക്കെ, Cu അതങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. Cu ആണ് കോപ്പറിന്റെ പ്രതീകം അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് വരുന്നത്. അതേസമയം ബി ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ, മൂലകം തന്നിട്ടില്ല, എലമെന്റ് നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, നെയിം ഓഫ് സയന്റിസ്റ്റ് ആണ്, പക്ഷെ ശാസ്ത്രജ്ഞന്റെ നാമമാണ് അതിന് അടിസ്ഥാനമായിട്ട് പറയുന്നത്. അതിന്റെ പ്രതീകം തന്നിട്ടുണ്ട്, സിമ്പിൾ തന്നിട്ടുണ്ട്. എന്താണ്? MD ആണ്. അതായത് ആദ്യത്തെ ലെറ്റർ എമ്മും രണ്ടാമത്തെ ലെറ്റർ സ്മോൾ ലെറ്റർ ഡി ആണ്. MD ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. ഓക്കെ, Cu ആണ് കോപ്പറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ Cu ആണ്. മെന്റലീവിയം എന്ന് പറയുന്ന ഒരു മൂലകമാണ്, എലമെന്റ് ആണ്. ഈ MD എന്ന് പറയുന്ന പ്രതീകം വെച്ച് കാണിക്കുന്നത്. മെന്റലീവ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. മെന്റലീവ് നിങ്ങൾ അടുത്ത വർഷം പഠിക്കും. ഓക്കെ, മെന്റലീവ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ മൂലകം, ഈ എലമെന്റ് അറിയപ്പെടുന്നത് മെന്റലീവിയം എന്ന് ഉള്ളത് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതും ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് പഠിക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ ഇതുപോലെ നോക്കിയായിരുന്നു അല്ലെ. ദ സിമ്പിൾ ഓഫ് പൊട്ടാസ്യം ഈസ് P. Sodium is a monoatomic molecule. Carbon dioxide is a mixture. The symbol of the element titanium is derived from the name of a country. Okay, നോക്കാം. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ, ഒന്നാമത് പൊട്ടാസ്യം എന്ന മൂലകത്തിന്റെ പ്രതീകം P എന്നാണ്. ഓക്കെ, പൊട്ടാസ്യം എന്ന മൂലകത്തിന്റെ പ്രതീകം P എന്നാണ്. ആണോ? അല്ല. ഓക്കെ, പൊട്ടാസ്യത്തിന്റെ പ്രതീകം K ആണ്. മനസ്സിലായോ? പൊട്ടാസ്യം P എന്നുള്ളത് ഫോസ്ഫറസിന്റെ പ്രതീകമാണ്, സിമ്പിളാണ്. ഫോസ്ഫറസ് എന്ന് പറയുന്ന എലമെന്റിന്റെ മൂലകത്തിന്റെ സിമ്പിളാണ് P എന്ന് പറയുന്നത്. പൊട്ടാസ്യത്തിന്റെ സിമ്പിൾ അല്ലെങ്കിൽ പൊട്ടാസ്യത്തിന്റെ പ്രതീകം എന്ന് പറയുന്നത് K ആണ്, ക്യാപിറ്റൽ ലെറ്റർ K ആണ്. ഓക്കെ, നെക്സ്റ്റ് സോഡിയം ഒരു ഏക ആറ്റോമിക തന്മാത്രയാണ് അല്ലെ. സോഡിയം ഈസ് എ മോണോആറ്റോമിക് മോളിക്യൂൾ. നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചായിരുന്നു. സോഡിയം എന്താണ്? ഒരു മോണോആറ്റോമിക് ആണ്, തനിച്ച് നിൽക്കുന്നവനാണ്, മോണോആറ്റോമിക് മോളിക്യൂൾ ആണ് നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, ശരിയാണ്. തേർഡ് വൺ, കാർബൺ ഡൈ ഓക്സൈഡ് ഒരു മിശ്രിതമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എ മിക്സ്ചർ. അല്ല, കാർബൺ ഡൈ ഓക്സൈഡ് ഒരു മിക്സ്ചർ അല്ല, കോമ്പൗണ്ടാണ്. ഓക്കെ, ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ്. മനസ്സിലായോ? അതൊരു മിക്സ്ചർ അല്ല. ഓക്കെ, മിക്സ്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. മിക്സ്ചർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇല്ലേ? വീട്ടിൽ മിക്സ്ചർ മേടിക്കാറില്ലേ? മിക്സ്ചർ മേടിക്കുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാവും. കടല ഉണ്ടാവും, മറ്റേ നൂല് പോലെയുള്ള സംഭവങ്ങൾ അല്ലെ, വടി പോലെയുള്ളത് നമ്മൾ ഒടിച്ചിട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ കപ്പോർത്തിന്റെ കുറച്ച് കഷ്ണം ഉണ്ടാകും, പക്കാവടയുടെ കുറച്ച് കഷ്ണം ഉണ്ടാകും അല്ലെ. അങ്ങനെ കുറെ കറിവേപ്പില ഉണ്ടാകും. ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടാകും ഇല്ലേ? അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേർതിരിച്ചെടുക്കാൻ പറ്റും. നോക്കിയാൽ പറ്റില്ലേ? പക്ഷേ അത് തന്നെയാണ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ. പക്ഷെ കോമ്പൗണ്ട് നമുക്ക് അങ്ങനെ വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. ഒരു പക്ഷെ കോമ്പൗണ്ട് റിയാക്ഷൻ നടന്ന അല്ലെങ്കിൽ രാസപ്രവർത്തനം നടന്നുണ്ടാവുന്നതാണ്. അത് നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? വേർതിരിച്ച് എടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു മിക്സ്ചർ അല്ല, ഒരു കോമ്പൗണ്ട് ആണ്. അപ്പൊ ആ ഒരു പ്രസ്താവന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രാജ്യത്തിന്റെ പേരിൽ നിന്നും പ്രതീകം ഉടലെടുത്ത ഒരു മൂലകമാണ് ടൈറ്റാനിയം. ആണോ? അല്ല. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന അല്ല ടൈറ്റാനിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ്? തെറ്റാണ്. ടൈറ്റൻസ് എന്ന് പറയുന്ന ഗ്രീക്ക് മിഥോളജി, ഓക്കെ, ഗ്രീക്കുകാരുടെ വിശ്വാസ പ്രകാരം ഒരു ദേവതയുണ്ടായിരുന്നു ടൈറ്റൻസ് എന്ന് പറഞ്ഞാൽ. അതിന്റെ അടിസ്ഥാനത്തിൽ വന്ന പേരാണ് ടൈറ്റാനിയം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതും ഒരു തെറ്റായ ഒരു പ്രസ്താവനയാണ്, സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ഒരേ ഒരു ശരിയായ പ്രസ്താവന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സോഡിയം ഈസ് എ മോണോ അറ്റോമിക് മോളിക്യൂൾ, അല്ലെങ്കിൽ സോഡിയം ഒരു ഏകാറ്റോമിക തന്മാത്രയാണെന്നുള്ള പ്രസ്താവനയാണ് ശരിയായത്. സെക്കൻഡ് പോയിന്റ്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് സെക്കൻഡ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. സെലക്ട് ദ എലമെന്റ് വിച്ച് ഗോട്ട് ഇറ്റ്സ് നെയിം ഫ്രം ഇറ്റ്സ് കളർ. അതായത് എന്താണ്? തന്നിരിക്കുന്ന മൂലകങ്ങളുടെ പേരുകളിൽ ഒന്നിന്റെ നാമകരണത്തിന്റെ അടിസ്ഥാന നിറമാണ്. ഏതാണ് ആ മൂലകം? ഓക്കെ, ക്യൂരിയം ഉണ്ട്, ഇൻഡിയം ഉണ്ട്, യൂറോപ്പിയം ഉണ്ട്, പൊളോണിയം ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരുടെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ
ഓക്കെ, അത് കളറിന്റെ അടിസ്ഥാനത്തിൽ പേര് വന്ന ആർക്കാണ് നമ്മൾ കുറച്ച് മുമ്പ് ഞാൻ ഇതിന്റെ തുടക്കത്തിലെ ഞാൻ പറഞ്ഞിരുന്നു, ആർക്കായിരിക്കും വന്നിരിക്കുന്നത്? ഇൻഡിയമാണ്. ഇൻഡിഗോ എന്ന് പറയുന്ന കളർ വെച്ച് ഇൻഡിയമാണ് ഇതിൽ നിന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, യൂറോപ്യ ഒരു കോണ്ടിനെന്റാണ്, ശരിയല്ലേ? ഒരു ഭൂഖണ്ഡത്തിന്റെ പേരിലാണ് യൂറോപ്പിയം അറിയപ്പെടുന്നത്. യൂറോപ്യൻ അല്ലെ, യൂറോപ്പ് എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിന്റെ ഇതില് പൊളോണി എന്ന് പറഞ്ഞ പോളണ്ട് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു. ക്യൂരിയം നമുക്കറിയാം സയന്റിസ്റ്റിന്റെ പേര്, ശാസ്ത്രജ്ഞന്റെ പേരിലാണ് അറിയപ്പെടുന്നത് ക്യൂരിയം. ഇൻഡിയം എന്താണ്? കളറിന്റെ പേരിലാണ്. ഇൻഡിഗോ എന്ന് പറയുന്ന നിറത്തിന്റെ പേരിലാണ് ഇൻഡിയം അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അനലൈസ് ദ ഗിവൺ മോളിക്യൂൾസ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. 2 സംയുക്തങ്ങളുടെ തന്മാത്രകളാണ് തന്നിരിക്കുന്നത്. 7NH3, 7 NH3 ഉണ്ട്, 5H2O, 5 H2O തന്മാത്ര, 2 തന്മാത്രകൾ തന്നിട്ടുണ്ട്. ഇത് വെച്ചാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ എ ആൻഡ് ബി. അതായത് എയിലും ബിയിലും അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണം. ഓക്കെ, അതായത് ചോദിക്കുക ഓരോന്നിലെയും തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കുക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 7NH3. 7 NH3 തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ്, ആകെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്തുക. ഓക്കെ, സി ക്വസ്റ്റ്യൻ വരുന്ന ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് ഇൻ 5H2O. 5H2O 5H2Oയിലെ ആകെ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണവും കണ്ടുപിടിക്കുക. നമുക്കൊന്ന് നോക്കിയാലോ. ഓക്കെ, നോക്കുക. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ എ ആൻഡ് ബി. അതായത് ഓരോന്നിലെയും തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കുക. തന്മാത്രകളുടെ എണ്ണം നമുക്കറിയാം 7 NH3 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ആൻസർ എത്രയാ വരുന്നത്? 7 അല്ലെ, 7 അമോണിയം അല്ലെ, 7 പേര്, 7 തന്മാത്രയാണ് അവിടെ ഉള്ളത്. 5 H2O ആണ് അവിടെ ഉള്ളൂ. ഓക്കെ, അപ്പൊ 7ഉം 5ഉമാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. എയുടെ ക്വസ്റ്റ്യൻ വരുന്നത് 7ഉം 5 തന്നെയാണ്. തന്മാത്രകളുടെ എണ്ണം ചോദിച്ചിരിക്കുന്നത്, ആറ്റങ്ങളുടെ അല്ല, തന്മാത്രകളുടെ എണ്ണം. ഇനി ആറ്റങ്ങളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ട്. 7 NH3യിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം, അതായത് ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ദ ആറ്റംസ് ഇൻ 7NH3. നോക്കിക്കേ, 7, ഈ 7 ആർക്കൊക്കെ ബാധകമാണ്? ഈ നൈട്രജനും ബാധകമാണ്, ഈ ഹൈഡ്രജനും ബാധകമാണ്, ശരിയല്ലേ? അവിടെ ഹൈഡ്രജൻ 3 പേരും ഉണ്ട്, നൈട്രജൻ ഒരാളേ ഉള്ളൂ. അപ്പൊ 7 നൈട്രജൻ പ്ലസ് 7 × 3 എന്ന് പറയുമ്പോൾ എത്ര പേരായി? 21 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ. 21 ഹൈഡ്രജൻ പ്ലസ് 7 നൈട്രജൻ വരുമ്പോൾ എത്ര വരും? 28 ആറ്റങ്ങൾ ടോട്ടൽ ഉണ്ട് അല്ലെ. 28 ആറ്റങ്ങളാണ് NH3 അപ്പോൾ 28 ആണ് അതിൽ ആൻസർ ആയിട്ട് വരുന്നത്, 28. ഓക്കെ, ഇനി ഇനി നമ്മൾ സി ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 5H2O 5H2Oയിലെ ആകെ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എഴുതുക. ശ്രദ്ധിക്കണം, ഓക്സിജൻ മറ്റേടത്ത് എന്തായിരുന്നു? ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ആയിരുന്നു. നൈട്രജനെയും ഹൈഡ്രജന്റെയും ആകെ തുക എഴുതാനായിരുന്നു പറഞ്ഞത്. പക്ഷെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് 5H2O 5H2Oയിലെ ആകെ ഓക്സിജൻ എണ്ണങ്ങളുടെ, ആകെ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണങ്ങളെ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് നോക്കിക്കേ, ഇവിടെ 5H2O, ഈ 5 ഈ ഹൈഡ്രജനും ഈ ഓക്സിജനും ബാധകമാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഓക്സിജൻ ഒരാളേ ഉള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലായി 5 × 1 അല്ലെ. ഇവിടെ ഓക്സിജൻ ഒരാളല്ലേ ഇവിടെ ഉള്ളൂ, വേറെ ആരും നമ്മൾ അവിടെ കൂട്ടിയിട്ടില്ല. ഇവിടെ പക്ഷെ ഹൈഡ്രജൻ 2 പേരുണ്ട് അല്ലെ. അതിന്റെ ഒപ്പം 5ഉം കൂടി നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഓക്സിജന്റെ കാര്യം മാത്രമാണ് ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ 5 ഓക്സിജൻ ആറ്റംസേ അവിടെ ഉള്ളൂ. ഓക്കെ, അപ്പൊ 5 ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, 7NH3 മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകൾ, 5H2O മോളിക്യൂൾസ് അല്ലെങ്കിൽ 5 വാട്ടർ അല്ലെ, ജലത്തിന്റെ തന്മാത്രകളാണുള്ളത്. എ ക്വസ്റ്റ്യൻ ആൻസർ. ബി ക്വസ്റ്റ്യൻ ആൻസർ വരുമ്പോൾ 28 ആറ്റങ്ങളാണ് 7 NH3യിലുള്ളത്. മൊത്തം 28 ആറ്റങ്ങളാണ്. കാരണം 7 NH3 എന്ന് പറയുമ്പോൾ 7 നൈട്രജനും 7 × 3 ഹൈഡ്രജനും, അല്ലെങ്കിൽ 3 × 7 എന്ന് പറയുമ്പോൾ 21 പ്ലസ് 7 നൈട്രജനും കൂടെയും കൂട്ടുമ്പോൾ 28. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് 28. ഇനി 5 ഓക്സിജൻ ആറ്റംസ് ആണ് 5H2O മോളിക്യൂളിൽ അല്ലെങ്കിൽ 5H2O തന്മാത്രയിലുള്ളത് അല്ലെ. 5H2O തന്മാത്ര എടുക്കുമ്പോൾ അതിൽ 5 ഓക്സിജൻ ആറ്റംസ്, 7 NH3 മോളിക്യൂൾസ് ആകെ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പോൾ 7 ഈ നൈട്രജനും ഈ ഹൈഡ്രജനും ബാധകമാണ്. അപ്പൊ 3 × 7 അല്ലെ, ഹൈഡ്രജന്റെ ഈ 3 × 7 എന്ന് പറയുമ്പോൾ 21 പ്ലസ് ഈ നൈട്രജന്റെ 7 കൂടി കൂട്ടുമ്പോൾ 28. അങ്ങനെയാണ് മൊത്തം 28 ആറ്റങ്ങൾ വന്നത്. 7 NH3 മോളിക്യൂളിലുള്ള ആകെ ആറ്റങ്ങളുടെ എണ്ണം വന്നത് അങ്ങനെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സാമ്പിൾസ് ഓഫ് സം മോളിക്യൂൾസ് ആർ ഗിവൺ ബിലോ. ഏതാനും ചില തന്മാത്രകളുടെ സാമ്പിളുകളാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. 5NO2 5NO2, NH3, 5HNO3,
7 KCl 7 KCl. ഓക്കെ, ഇതൊക്കെ കുറച്ച് തന്മാത്രകളുടെ സാമ്പിളുകളാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, വിച്ച് സാമ്പിൾ ഹാസ് മോർ നമ്പർ ഓഫ് ആറ്റംസ്? അതല്ലെങ്കിൽ ഇവൽ ആറ്റങ്ങളുടെ എണ്ണം ഏറ്റവും കൂടിയത് ഏത് സാമ്പിളിലാണ് നോക്കുക. ഓക്കെ, ആറ്റങ്ങളുടെ എണ്ണം നമുക്ക് നോക്കാം. 5 NO2 എടുത്തു. ഓക്കെ, 5 NO2 എടുക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, 5 ഈ നൈട്രജനും ഈ ഓക്സിജനും ബാധകം. അപ്പോൾ 5 നൈട്രജൻ മാത്രമേ അവിടെ ഉള്ളൂ. പ്ലസ് 5 × 2 10. അപ്പോൾ മൊത്തം ഇവിടെ എത്ര പേര് വന്നു? 15 പേരുണ്ട്. 15 ആറ്റങ്ങളുണ്ട് 5 NO2 ഇല്ലേ? ഇനി NH3 എടുക്കുക. NH3 എടുക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട, ഇത് 15 പേര്. ഇനി NH3 എടുക്കുക. NH3 ഒരു നൈട്രജനേ ഉള്ളൂ, 3 ഹൈഡ്രജൻസും ഉള്ളൂ. അപ്പൊ 3 + 1 എന്ന് പറയുമ്പോൾ 4 അല്ലെ, 4 ആറ്റംസ് ഉള്ളൂ. 5 HNO3 എടുക്കുമ്പം ഈ 5 എല്ലാവർക്കും ബാധകം അല്ലെ. അപ്പൊ 5 ഹൈഡ്രജൻ 5 നൈട്രജൻ അല്ലെ, 5 ഹൈഡ്രജനും 5 നൈട്രജനും. അപ്പൊ തന്നെ എത്രയായി? 10 ആറ്റങ്ങളായി. പിന്നെ 5 × 3 ഓക്സിജൻ. അപ്പൊ 15. 15ഉം 10ഉം 25 പേരായി ഇവിടെ ഇല്ലേ. 7 കേസിൽ എടുക്കുമ്പോൾ ഈ കെയ്ക്കും ഈ Clനും 7 ബാധകമാണ്. അപ്പോൾ 7 + 7 വരുമ്പോൾ 14 ആറ്റങ്ങൾ അല്ലേ. ഇപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ എത്ര പേരായിരുന്നു? ഇവിടെ എത്ര പേരായിരുന്നു? 5 അല്ലെ, 5 നൈട്രജനും 10 ഓക്സിജനും. അപ്പോൾ 15, ഇത് 4, ഇവിടെ 25, ഇവിടെ 14 അല്ലെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആറ്റങ്ങൾ ഉള്ളത് ആർക്കാണ്? 5 HNO3 അല്ലെ. 5 HNO3 മോളിക്യൂളിനാണ് ഏറ്റവും കൂടുതൽ ആറ്റങ്ങളുള്ള സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ വരുമ്പോൾ ആറ്റങ്ങളുടെ എണ്ണം കൂടി വരുന്ന ക്രമത്തിൽ തന്മാത്രകളെ ക്രമീകരിച്ച് എഴുതുക. അപ്പൊ നമുക്കറിയാം ഇവിടെ 4 ആയിരുന്നു അല്ലെ, ഇവിടെ 14 ആയിരുന്നു, ഇവിടെ 15 ഉണ്ട്, ഇവിടെ 25 ഉണ്ട്. അപ്പൊ NH3 7 KCl 5 NO2 5 HNO3 അങ്ങനെയായിരിക്കും വരിക. ആൻസറിലേക്ക് നോക്കാം. അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ 5 HNO3 ആണ് ഏറ്റവും കൂടുതൽ ആറ്റങ്ങളുള്ള സാമ്പിള്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ക്രമീകരിച്ചിരിക്കുക കുറഞ്ഞതിൽ നിന്ന് കൂടിയ ആറ്റങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് നമ്മൾ കൂടി വരുന്ന ക്രമത്തിൽ എഴുതിയിരിക്കുന്നതാണ്. NH3 7 KCl 5 NO2 5 HNO3 ഇതായിരിക്കും അതിൻ്റെ ക്രമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ വരും, മോളിക്യൂളുടെ തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ ഇങ്ങനെ ടേബിൾ തന്നിട്ട് എന്താണ് പ്രതീകം എഴുതാൻ, അതല്ലെങ്കിൽ ഓരോ മൂലകത്തിനും എലമെന്റിനും എങ്ങനെയാണ് പേര് വന്നതെന്ന് എഴുതാൻ, അതല്ലെങ്കിൽ അവരുടെ മൂലകത്തിന്റെ പേര് എഴുതാൻ, ഇങ്ങനെ എലമെന്റുകളുടെ പേര് കൊടുക്കാൻ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മൾ പഠിച്ച അതുപോലെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് എന്നിട്ട് അതിൽ നിന്ന് കറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ്സ് ഏതാണെന്ന് തിരഞ്ഞെടുത്ത് എഴുതുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് വരുന്നത് കൂടുതലും നമ്മളോട് ചോദിക്കുക. ഓക്കെ, സെക്കൻഡ് ചാപ്റ്ററിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് മൊത്തം കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. കെമിസ്ട്രിക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നല്ലപോലെ പഠിച്ച് നല്ല രീതിയിൽ എഴുതുക. ഈ ക്വസ്റ്റ്യൻസ് വിട്ടുപോകാതെ നല്ലപോലെ പഠിച്ച് തന്നെ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ അത് ഓർമ്മയിലിരിക്കട്ടെ. നല്ലപോലെ പഠിക്കുക, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോയി എക്സാം എഴുതുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ബൈ.